നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയിരുന്നവരിൽ ഇന്ന് വിട്ടയച്ചവരിൽ ഒരാളാണ് യർദീൻ ബിബാസ്. യർദീൻ ബിബാസിനെ വിട്ടയക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും പൂർണ്ണമായും സന്തോഷവാനായിരിക്കാൻ സാധ്യതയില്ല. ഒപ്പം യർദീൻ്റെ കുടുംബവും. കാരണം യർദീൻ്റെ ഭാര്യയും 2 മക്കളും ഇപ്പോഴും ഹമാസിൻ്റെ തടവിൽ തന്നെയാണ്. എന്നാൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും യാതൊരു തരത്തിലുമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. യർദീൻ ഒരു വെൽഡറായി ജോലി നോക്കുകയായിരുന്നു. ഭാര്യയും 2 മക്കളും, ഭാര്യ സിരിയും 4 വയസ്സുകാരനായ ഏരിയലും ഇപ്പോൾ 2 വയസ്സുള്ള തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കിഫറുമായിരുന്നു 2 മക്കൾ. ഇവരെ ബലം പ്രയോഗിച്ച് 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദികളായിരുന്നു ഈ 2 കൊച്ചുകുട്ടികൾ. തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഇവർ ചെയ്തത് അച്ഛനെയും അമ്മയും മക്കളെയെല്ലാം പ്രത്യേകം സെല്ലുകളിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക അറകളിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു. യർദീൻ പിന്നീട് ഒരിക്കലും തൻ്റെ ഭാര്യയും മക്കളെയും കണ്ടിട്ടില്ല. ആ കുട്ടികൾ അമ്മയോടൊപ്പം ഉണ്ട് എന്നാണ് തീവ്രവാദികൾ ആദ്യം വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കുട്ടികളും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. കാരണം കുറേ നാൾ മുമ്പ് ഹമാസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് 2 കുട്ടികളും ബന്ദികളായിരുന്ന സമയത്ത് മരിച്ചുപോയി എന്ന്. എന്നാൽ ഇതിന് പിന്നിൽ നാടകമുണ്ടായിരുന്നു എന്നാണ് പിന്നീട് പുറത്തിറങ്ങിയ ചില ബന്ദികൾ പറഞ്ഞത്. യർദീനോട് ഹമാസ് തീവ്രവാദികൾ അയാളുടെ 2 കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യിക്കാൻ ശ്രമിച്ചു. ഒപ്പം ഇതിനെല്ലാം ഉത്തരവാദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്ന് പറയിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. ശരിക്കും കുട്ടികൾ കൊല്ലപ്പെട്ടിട്ട് തന്നെയാണോ ഇവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്, അതല്ല വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. മാത്രമല്ല, ഈയിടെ പുറത്തുവിടാൻ പോകുന്ന 33 പേരുടെ പട്ടികയിൽ ഈ കുട്ടികളുടെ അമ്മയുടെയൊക്കെ പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഈ കുട്ടികളെ കാണുന്നില്ല. സാധാരണഗതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെയാണ് ആദ്യം മോചിപ്പിക്കാറുള്ളത്. ഈ കുട്ടികളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദികൾ ഈ കൂട്ടത്തിൽ. കൂടെ അവരുടെ അമ്മയുമുണ്ട്. അമ്മയും കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട് ആ അമ്മയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. കാരണം മനുഷ്യത്വം ലവലേശം തൊട്ടേണ്ടിട്ടില്ലാത്ത ഒരു സംഘം ക്രൂരന്മാരായ തീവ്രവാദികളുടെ പക്കലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയും കുഞ്ഞുങ്ങളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ഇവരുടെ ബന്ധുക്കൾ പലരും ഇപ്പോഴും ആ ഒരു ഭയത്തിലാണ്. യർദീൻ മോചിതനായി എങ്കിലും അദ്ദേഹം അതീവ ദുഃഖിതനാണ്. അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശരിക്കും കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയോ റെഡ് ക്രോസോ പോലെയുള്ള സംഘടനകൾ പോലും ഇനിയും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ബന്ദികളെ ഹമാസ് തീവ്രവാദികൾ റെഡ് ക്രോസ് നൽകിയിട്ട് റെഡ് ക്രോസാണ് പിന്നീട് അവരെ ഇസ്രായേലിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി തവണ ഇസ്രായേൽ ആവശ്യം ഉന്നയിച്ചിട്ടും ഈ കുട്ടികളുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് റെഡ് ക്രോസ് ഇനിയും മറുപടി നൽകിയിട്ടില്ല. മാത്രവുമല്ല, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ പോലും ഈ കുട്ടികൾക്ക് വേണ്ടി ഇസ്രായേലിൻ്റെ അംബാസഡർ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അന്ന് വിമർശനം ഉന്നയിച്ചത്. ഞങ്ങളുടെ കുട്ടികളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പോലും ഐക്യരാഷ്ട്രസഭയിലെ പ്രമുഖന്മാരുടെ മുഖത്ത് നോക്കി അന്ന് ഇസ്രായേൽ അംബാസഡർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും മറുപടിയില്ല. ഇന്ന് വരെയും ഈ കുട്ടികൾക്കും അമ്മയ്ക്കൊന്നും സംഭവിച്ചുള്ളതിനെക്കുറിച്ച് യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. ആദ്യം അവർ മരിച്ചതായ വാർത്ത പുറത്തുവിടുന്നു, പിന്നീട് പുറത്തുവിടുന്നവരുടെ പട്ടികയിൽ ഈ കുട്ടികളുടെയും അമ്മയുടെയും പേരുൾപ്പെടുത്തുന്നു. ഇത് ഹമാസിൻ്റെ കള്ളക്കളിയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഒരു പക്ഷേ ഈ കുട്ടികളെ ഇനിയും വിട്ടയച്ചിട്ടില്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരിക, അക്കാര്യത്തിൽ ഉറപ്പ് വരികയും ചെയ്താൽ അത് ഒരുപക്ഷേ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം സ്ത്രീകളോടും കുട്ടികളോടും യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും മനുഷ്യത്വം ഒന്നും കാട്ടാത്ത ഗാസയിലെ കശാപ്പുകാരെന്നൊക്കെ അറിയപ്പെടുന്ന ഈ തീവ്രവാദ സംഘടനയിൽ നിന്ന് മനുഷ്യത്വം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് പലപ്പോഴും ഇസ്രായേൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള വിചിത്രമായ പല വ്യവസ്ഥകളും അംഗീകരിച്ചത് ഈ കുഞ്ഞുങ്ങളുൾപ്പെടെയുള്ള സ്വന്തം നാട്ടുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഇസ്രായേൽ സർക്കാർ പലതവണ വ്യക്തമാക്കിയതാണ്. എങ്കിലും ഇപ്പോഴും അവിടെ സംശയം അവശേഷിക്കുന്നു, ഈ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ വിട്ടയച്ചിരുന്നില്ല എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ മുഴുവൻ കാത്തിരിക്കുകയാണ് കണ്ണീരോടെ ഈ 2 കൊച്ചുകുട്ടികളുടെയും അവരുടെ അമ്മയുടെയും വരവ് കാത്ത്. ആ ഒരു പ്രത്യാശ ഈ ദിവസങ്ങളിൽ വളരെ ശക്തവുമായിരുന്നു. എന്നാൽ അതില്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തിരിച്ചടി ഹമാസിന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം തങ്ങളുടെ പൗരന്മാർക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇസ്രായേൽ.